ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലൈഫ് PO4 അതായത് ലിഥിയം ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻവെർട്ടറുകളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ 2 വീഡിയോ ചെയ്തായിരുന്നു. ഒന്ന് നമുക്ക് നോർമലി നമ്മളെ KSEBന്ന് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറും, അതുപോലെ തന്നെ നമ്മൾ സോളാർ കണക്ട് ചെയ്തിട്ട് നമുക്ക് സോളാർ യൂസിന് പറ്റിയ ഒരു ലിഥിയം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻവെർട്ടറും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിന് കുറച്ചധികം ഇൻവെർട്ടർ, അതായത് പൊക്കിക്കൊണ്ട് നടക്കാൻ പറഞ്ഞതും പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത ടൈപ്പുമായിട്ടുള്ള കുറച്ച് ലിഥിയം ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത്, അതായത് ഇൻവെർട്ടറും ബാറ്ററിയും കൂടി ചേർന്നിട്ടുള്ളത് കുറച്ച് കൂടുതൽ മോഡലുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ പഴയ ഇൻവെർട്ടർ ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തിട്ട്, അതായത് ഞങ്ങളുടെ പരിധിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ പരിധിയിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ ലിഥിയം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻവെർട്ടർ നിങ്ങൾക്ക് വെച്ച് തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ച് തന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ, അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം മോഡലുകളിൽ ഇൻവെർട്ടറുകൾ ഉണ്ടെന്ന്, അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെഷിൽ ജോയ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു ഇതിനെ തിരിച്ചറിയാനായിട്ട് ഇതിന് 2 സീരീസ് ആയിട്ടാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. ഒന്ന് സോളാർ കണക്ട് ചെയ്യാൻ പറഞ്ഞത്, മറ്റേ കണക്ട് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ സാധാരണ വീട്ടിലെ ഇൻവെർട്ടർ പോലെ ഉപയോഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ജെൻ സീരീസും ഒന്ന് നെക്സ്റ്റ് സീരീസും ആണ്. അപ്പോൾ ജെൻ സീരീസ് ആണ് ഇപ്പോൾ നമുക്ക് KSEB വഴി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് സീരീസ് ആണ് സോളാർ കണക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ ഒരു ലൈഫ് PO4 ഇൻബിൽറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ 3 സ്വിച്ചുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, റെഡ് കളറിലാണ്. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതിൻ്റെ, ഇൻവെർട്ടർ ഓൺ ആക്കാനുള്ള സ്വിച്ച്. അതുപോലെ തന്നെ ഇൻവെർട്ടർ മോഡ്, UPS മോഡ് സ്വിച്ച്, അതുപോലെ ടർബോ ചാർജിങ് കണ്ട ഇവിടെ ഇതേക്കണ ഫാസ്റ്റ് ചാർജിങ് ഇതേക്കണ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് കയറി ബാറ്ററി ഫുൾ ആവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈഫ് PO4 ബാറ്ററിയാണ് ഈ ഒരു PCUവിൻ്റെ, ഈ ഒരു പവർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാനുള്ള അതേ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കുത്താവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തരുന്നതാണ്, അതായത് ഇന്നും ഔട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൻസ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ KSEB ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മെയിൻസ് ഓൺ എന്ന് പറഞ്ഞ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ KSEBന് ചാർജ് കയറുമ്പോൾ ചാർജർ ഓൺ നമ്മുടെ ഒരു LED ലൈറ്റ് കത്തും. അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കില്ല, കറണ്ട് പോയിട്ട് വരുമ്പോഴൊക്കെ മാത്രമേ കത്തുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി ലോ ആകുമ്പോൾ കത്തുള്ളൂ. ചാർജ് ചെയ്ത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് ഓഫ് ആവുന്നതായിരിക്കും. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോ തന്നെ കണക്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ ഇൻവെർട്ടർ ഓൺ ആകുമ്പോൾ സിസ്റ്റം ഓൺ എന്നുള്ള ലൈറ്റ് കത്തും. ബാറ്ററിലോ അതുപോലെ ആ ബാറ്ററിലോ അത്രയും 4 LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഡിസ്പ്ലേയിലും അതുപോലെ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവർലോഡ്, ടർബോ ചാർജിങ്, സെൽ OVC, UPS മോഡ്, ഇത്തരം സംഭവങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളും അവിടെ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ UPS മോഡാണ് ആയി കഴിയുമ്പോൾ ഇവിടെ UPS മോഡ് എന്ന് പറഞ്ഞ LED ലൈറ്റ് കത്തും. സെൽ OVC അതിൻ്റെ ഒരു ബാലൻസിങ് ആണ്, ആ ബാലൻസിങ് നടക്കുമ്പോഴാണ് അവിടെ ഒരു ലൈറ്റ് കത്തണത്. ഇത്തരം സംഭവങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു PCUവിൻ്റെ, ഈ ഒരു പവർ കണ്ടീഷനിങ് യൂണിറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പൊക്കിക്കൊണ്ട് നടന്നിട്ട് എവിടെ വേണമെങ്കിലും ചാർജ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാം. അങ്ങനത്തെ യൂസ് ചെയ്യാനൊക്കെ നമുക്കിത് ഉപകാരപ്പെടും. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ഈ ഒരു PCUവിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു ബ്രേക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് മേളിലേക്ക് ഓൺ ആക്കുമ്പോഴാണ് നമ്മളെ ഇൻവെർട്ടർ ഓൺ ആവണത്. നമുക്ക് ഈ ഒരു ബ്രേക്കർ ഓഫാക്കി വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് വെച്ചേക്കണത്. നമുക്ക് ആ ഒരു ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്തു വെക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വാറണ്ടി സ്റ്റിക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 3 വർഷമാണ് നമുക്ക് ഇതിന് വാറണ്ടി തന്നത്. നമുക്ക് ഇനി വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊക്കെ
സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കൂളിംഗ് ഫാൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണ് നമ്മളുടെ എല്ലാ ഇൻവെർട്ടറുകളിലും ഉള്ള പോലെ തന്നെ. അപ്പോൾ ആ ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്ര എത്തിയാൽ മാത്രമേ ആ ഒരു ഫാൻ ഓൺ ആവുകയുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂളിംഗ് ഫാൻ നമുക്കിവിടെ ഉണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഫേസ് ഇൻ, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത്, ഇത്രയും കണക്ഷൻ പോയിന്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് വലിയ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ, സാധാരണ ഈ ഒരു ചെറിയൊരു അറിവുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പഴയ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വാൾ സോക്കറ്റിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കണം. 2 3-പിൻ സോക്കറ്റ് ഇങ്ങനെ കണക്റ്റ് കുത്തി വെച്ചേക്കണം. അതിൽ ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടായിരിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഞാനിവിടെ അതിനുള്ളൊരു വയറുകൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അതിൽ കുത്താവുന്ന രീതിയിൽ ആക്കിത്തരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഇൻവെർട്ടർ കണക്ഷനിൽ കൊടുക്കാനായിട്ടുള്ള ഫേസ് ഇൻ, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത്, ഇത്രയും കണക്ഷൻ പോയിന്റുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കുണ്ട നടന്നിട്ട് ഇതൊരു ഞാനിവിടെ കുണ്ട ഇവിടെ വെച്ചേക്കുന്നത്, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഷോപ്പിലാണെങ്കിൽ എപ്പോഴും ഡിസ്റ്റർബൻസും ഒച്ചപ്പാടും ബഹളവും, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ക്വാളിറ്റി അതിനകത്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു മുകളിൽ എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ടും നമുക്കിതിനകത്ത് ഇത് ഓണാക്കിയിട്ട് ഇൻവെർട്ടർ ഓണാക്കിയാൽ ഇതിനകത്ത് സപ്ലൈ വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ കൊണ്ട് ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മോഡലാണ് ജെൻ 1000 65 വാട്ട് അവർ വന്നത് WH വാട്ട് അവർ ഇതേക്കണം 650 വാട്ട് അവറാണ് വന്നത്. അതുപോലെ അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് അറിയാനായിട്ട് ഉള്ളത്. ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോഴേ ഇവിടെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫേസ് ഇൻ, ന്യൂട്രലി കണ്ട, ഫേസ് ഇൻ, ന്യൂട്രലി, ഇത് ഫേസ് ഔട്ട്, അതുപോലെ തന്നെ ഇത് എർത്തിൻ്റെ കണക്ഷൻ. ഈ ഒരു 4 കണക്ഷൻ പോയിന്റുകളും ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബ്രേക്കർ ഓണാക്കാം. ഇപ്പോൾ മെയിൻ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണം, എല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ഷൻസ് എല്ലാം കൊടുത്തത്. നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോഴേ ഈ ഫേസ് ഇൻ എന്നുള്ളത് കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കാതെ ന്യൂട്രൽ, ഫേസ് ഔട്ട്, ഔട്ട്പുട്ട് കൊടുക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയാണ്. സ്ഥിരം ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ എല്ലാം കണക്ട് ചെയ്തിട്ട് ഓണാക്കിയാലും കുഴപ്പമൊന്നുമില്ല. മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ന്യൂട്രലും ഫേസ് ഔട്ടും കൊടുത്ത് എർത്തും കൊടുത്തിട്ട് ഇത് ഓണാക്കിയിട്ട് ഇൻവെർട്ടർ കണക്ഷനിൽ വീട്ടിൽ ലൈൻ വന്നിട്ടാന്ന് നോക്കാം. അതിന് ശേഷം മാത്രം, അപ്പോൾ നമുക്ക് KC ഇവിടെ ഇന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അതിന് ശേഷം നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായതിനു ശേഷം മാത്രം ഈ ഫേസ് ഇന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇന്നും ഔട്ടും അങ്ങാടും മാറിപ്പോകുന്നില്ല കണക്ഷൻസ്. എന്നിട്ട് നിങ്ങൾ ആ മെയിൻസ് ഓണാക്കിയാൽ മതി. അപ്പോൾ സംഭവം ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഞാനിതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രേക്കർ ഓണാക്കിയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു മെയിൻസ് കണക്ട് ചെയ്തപ്പോൾ ഇവിടെ മെയിൻസ് എന്ന് പറഞ്ഞൊരു LED ലൈറ്റ് ഇവിടെ കത്തി. അതുപോലെ തന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ചാർജർ ഓൺ എന്ന് പറഞ്ഞ LED ലൈറ്റ് ഇവിടെ കത്തിയാറുണ്ട്. വേറൊരു LED ലൈറ്റും നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. മെയിൻസ് ചാർജിങ്ങിൽ 8.2 ആംപിയറിൽ ഇപ്പോൾ ആ ഒരു ഇത് ചാർജ് ആവുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമുക്കിവിടെ നോക്കിയാൽ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻവെർട്ടർ നോട്ട് റെഡി എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാലേ ഇൻവെർട്ടർ റെഡി ആവുള്ളൂ. ഇപ്പോൾ ഇൻവെർട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ വീട്ടിലേക്കുള്ള പവർ സപ്ലൈ തരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ UPS ഇൻവെർട്ടർ മോഡ് സ്വിച്ചാണിത്. നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നോർമലി ഇത് ഓഫ് പൊസിഷനിലാണ് കിടക്കേണ്ടത്. ഇനി നമ്മളിത് ഓൺ ആക്കുകയാണെങ്കിൽ എന്താ ഒരു ഡിസ്പ്ലേയിൽ എന്താ വ്യത്യാസം വന്നത്? UPS റെഡി എന്ന് ഇവിടെ എഴുതി കാണിച്ചു.
അതുപോലെ തന്നെ ഇവിടെ UPS മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ LED ലൈറ്റ് ഇവിടെ നമുക്ക് കത്തിയായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓഫ് പൊസിഷനിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഒരു പവർ സ്റ്റേഷൻ ചാർജർ ഓണായിട്ട് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ ലിഥിയം ഏത് ബാറ്ററി ആയാലും ശരി, ഇങ്ങനത്തെ ലിഥിയമായിട്ടുള്ള ഏത് പവർ സ്റ്റേഷനായാലും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 10 മണിക്കൂറായി തന്നെ ചാർജിൽ ഇട്ടതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ ഇത് കൊണ്ടുനടന്നിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 10 മണിക്കൂർ ചാർജിലിട്ട് യൂസ് ചെയ്യണതാണ് ഫ്രഷ് സാധനം ഇതിൻ്റെ ബാറ്ററിയുടെ ലൈഫിന് നല്ലത്. ഇനി നമുക്കിതിനകത്ത് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ്, ഇതിൻ്റെ ഒരു ടർബോ ചാർജിങ്. ആ ടർബോ ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കിടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ബാറ്ററി ഫുള്ളാവണത്. സ്ലോവിലാവും ഫുള്ളാവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടർബോ ചാർജർ ഓണാക്കി നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചോ? ഇവിടെ ടർബോ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു LED ലൈറ്റ് കത്തിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ടർബോ ചാർജറാണ് ഓൺ ആയേക്കണത്. ഇതിൻ്റെ ഒരു ചാർജിങ് സാധാരണഗതിയിലേക്കാളും ഫാസ്റ്റായിട്ട് ചാർജ് കയറും. ടർബോ ചാർജിങ്ങിൽ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് തന്നെ ബാറ്ററി ഫുള്ളാക്കി എടുക്കാവുന്നതാണ്. ചാർജിങ് ആമ്പർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 12.2 ആംപിയറിൽ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിനി അത്യാവശ്യം ലോഡ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വന്നേക്കണ ലോഡ് കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ലോഡ് കൊടുക്കാനായിട്ടേ ഈ ഒരു 3 പിൻ സോക്കറ്റ് ഇതാണ് കണക്ഷൻ കൊടുത്ത് നോക്കണത്. നമുക്ക് ഇതിനകത്തേക്ക് നേരെ ഇത് കുത്തിയാറുണ്ട്. ഇനി ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ മെയിൻസ് 0 ആണ്. ഇവിടെ നോക്കിയാൽ സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞൊരു LED ലൈറ്റ്, അതായത് നമ്മുടെ വീട്ടിൽ പവർ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു രീതിയിലായിരിക്കുള്ളൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞ ഇവിടെ ലൈറ്റ് കത്തും, അതുപോലെ ഇൻവെർട്ടർ ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കത്തും. ഇപ്പോൾ വേണ്ട ഔട്ട്പുട്ട് 220 വോൾട്ട് നമുക്ക് സ്റ്റഡി പ്യുവർ സൈൻ വേവ് നമുക്ക് കിട്ടുന്നുണ്ട്. ലോഡ് 40 VA അടുത്തോളം നമുക്ക് ലോഡ് ഉണ്ട്. VA വോൾട്ട് ആംപിയറിലാണ് കാണിക്കുന്നത്. ഹീറ്റ് 42 ആംപിയർ ഹീറ്റ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതാണ് പോർട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ലൈഫ് PO4 ബിൽറ്റിൻ ആയിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ഇൻവെർട്ടർ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ച് കഴിഞ്ഞിട്ട് പൊന്നമ്പത്തേക്ക് പോണ വഴിയിലാണ് ഷോപ്പ് വന്നത്. നിങ്ങൾക്ക് അവിടെ ഒന്ന് നേരത്തെ പറയുകയാണെങ്കിൽ ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ കേരളത്തിലെവിടേക്കും കൊറിയറായിട്ട് നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഇൻവെർട്ടർ വാങ്ങിക്കാനുള്ള വാട്സാപ്പ് നമ്പറും ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ വില അറിയാനായിട്ട് വാട്സാപ്പിൽ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതുപോലെ നമ്മൾ DTDC കൊറിയറിലാണ് കൊറിയറായിട്ട് അയക്കണത്. കേരളത്തിൻ്റെ എവിടെയും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.